അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് ദിവസം വന്നിരിക്കുകയാണ്. ലോകമെമ്പാടും യേശു കർത്താവിൻ്റെ ജന്മ ദിവസം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആ ക്രിസ്മസ് ദിവസം നമ്മൾ പ്രാർത്ഥനയിലാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ 46-ാമത്തെ ദിവസത്തിലാണ്. ഞാൻ വ്യക്തിപരമായി പറയാറുണ്ട്, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസത്തെക്കാൾ എനിക്കേറെ ഇഷ്ടം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച ദിവസമാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലാണ് എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടത്, എനിക്കൊരു പുതിയ ജീവൻ നൽകിയത്, എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച ആ ദിവസമാണ്. ലോകമെമ്പാടും 25-ാം തീയതി ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ ഡിസംബർ 25-നാണ് യേശു കർത്താവ് ജനിച്ചത് എന്ന് ഒരു സോളിഡ് ആയിട്ടുള്ള തെളിവ് വേദപുസ്തകത്തിലില്ല, അതല്ലെങ്കിൽ ചരിത്രത്തിനുമില്ല. 25-ാം തീയതി ഡേറ്റിലാണ് എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും യേശു കർത്താവിൻ്റെ ജന്മദിവസമായി ആഘോഷിക്കുന്ന ആ ദിവസമായതുകൊണ്ട് ഞാനും സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകളും അറിയിക്കുന്നു. എന്താണ് സത്യത്തിൽ യഥാർത്ഥമായി ക്രിസ്മസ്? ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സമയങ്ങളിലെല്ലാം ധാരാളം കരോൾ സർവീസ്, ജാതി മത ഭേദമന്യേ കരോൾ സർവീസ്, നക്ഷത്രക്കാലുകൾ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെയാണ് പലർക്കും ക്രിസ്മസ്. പലരുടെയും വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രക്കാലുകളുടെ അകത്ത് വീട്ടിൽ പോയി നോക്കിയാൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നരക തുല്യമായ ജീവിതം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ പ്രാർത്ഥന ആ പുറത്തിട്ടിരിക്കുന്ന നക്ഷത്രം അവരുടെ ഹൃദയത്തിൽ ഉദിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? യേശു കർത്താവ് ഭൂമിയിൽ വന്നതിന് ഒത്തിരി ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്തെ 1-2 കാര്യങ്ങൾ ഈ ക്രിസ്മസ് ദിവസം ഞാൻ നിങ്ങളോട് പറയാം. യേശു കർത്താവ് എന്തിനാ ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ബൈബിൾ പറയുന്നു, അവൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് വേദപുസ്തകം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ശക്തി എപ്പോഴും ഉണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്. ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഓപ്പോസിറ്റായി എപ്പോഴും ഒരു പൈശാചിക ശക്തി എപ്പോഴും ഉണ്ട്. പൈശാചിക ശക്തി ഒരു വീടിനകത്ത് വന്നാൽ ആ വീടിനകത്ത് പിശാച് എന്താണ് ചെയ്യുന്നത്? അറക്കും, മുടിക്കും, മോഷ്ടിക്കും. ഇതാണ് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തുകൊണ്ട് പോകും, സമാധാനത്തെ എടുത്തുകൊണ്ട് പോകും, ഐശ്വര്യത്തെ എടുത്തുകൊണ്ട് പോകും, നമ്മുടെ സ്വസ്ഥതകൾ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ലൈഫിനകത്ത് ഉള്ള നല്ലതിനെയെല്ലാം പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകും. എന്നാൽ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? യേശു ഒരു വീട്ടിൽ വന്നാൽ എന്താ സംഭവിക്കുന്നത്? യേശു പറയുന്നത്, ഞാൻ വന്നത് ജീവൻ തരാനും സമർത്ഥമായ ജീവൻ തരാനുമാണ് യേശു കർത്താവ് വന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ക്രിസ്മസ് ദിവസത്തിൽ എൻ്റെ പ്രാർത്ഥന, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിന്റെ ജീവൻ ഒഴുകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മരണങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. നിന്റെ ഞരമ്പുകൾക്കകത്തെല്ലാം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഓരോ ടിഷ്യൂസിലും ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2, എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതെന്ന് അറിയാമോ? അവൻ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ഭൂമിയിൽ വന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ആഹാരമില്ലാത്തതല്ല, അവന് ആരോഗ്യമില്ലാത്തതല്ല, ജോലിയില്ലാത്തതല്ല. മനുഷ്യന്റെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവന്റെ പാപത്തിൽ നിന്നും എവിടെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ ചോദ്യം. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മതങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്നാൽ മനുഷ്യന് പാപത്തിന് ശാന്തിയും ശമനവും ലഭിക്കുന്നില്ല. മനുഷ്യന്റെ പാപത്തിന് ശാന്തിയും ശമനവും 100% ലഭിച്ചത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ കൂടെയാണ് എല്ലാ പാപിക്കും ഒരു വീണ്ടെടുപ്പും രക്ഷയും ലഭിച്ചത്. ഈ ക്രിസ്മസ് ദിവസം പുൽക്കുടിലിൽ കിടക്കുന്ന യേശുവിനെ മാത്രം കണ്ട് അവസാനിപ്പിക്കാതെ, പുൽക്കുടിലിലെ യേശു ജനിച്ചു, പുൽക്കുടിലിലെ യേശു വളർന്നു, പുൽക്കുടിലിലെ യേശു മരിച്ചു, പുൽക്കുടിലിലെ യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്നും നിനക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും നിനക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു. ഈ ബോധ്യത്തോടുകൂടെ ഈ ക്രിസ്മസ് ദിവസം ആ യേശുവിന്റെ കൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. 2024 അവസാന ദിവസങ്ങളിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമാധാനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതിയ സീസൺ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയൽ ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കുക.
യേശു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.